ഞാൻ ഇപ്പൊ ഒരു കത്തനെ പറ്റി ചിന്തിച്ചേ ഉള്ളൂ. എവിടെ ചെന്നാലും ചക്കാത്തിന് മോന്തുന്ന കാര്യമല്ലേ നീ ചിന്തിക്കൂ. എനിക്കല്ല, ശിവശങ്കറിന്. ഇവനല്ലേ ഇപ്പോഴത്തെ നമ്മുടെ ഒരു പ്രസ്ഥാനം. ശിവശങ്കര, നീ കാര്യമായിട്ട് തന്നെ പറഞ്ഞാണോ കുഞ്ഞുലക്ഷ്മിയെ കെട്ടുന്നു, അതോ തമാശക്ക് അപ്പോഴത്തെ ഒരു മൂച്ചിന്? എന്താ ശിവശങ്കര ഒരു മൗനം? നീ ഞങ്ങളെ ചതിക്കുവോ? അയ്യോ, ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഞാൻ പറഞ്ഞ കാര്യമാ. കുഞ്ഞുലക്ഷ്മിയെ ഞാൻ കെട്ടും. പക്ഷേ വേറൊരു പ്രശ്നമുണ്ട്. എന്താ? ജില്ലാ കമ്മിറ്റി പോണോ? ഡേ മാന്യന്മാര് സംസാരിക്കുന്നതിൽ കയറി ഒരു തരം ചീപ്പ് വർത്താനം പറയരുത്. ഇതൊരു സീരിയസ് ആയ മീറ്റിംഗാ. PCP കാര്യം പറ. കുഞ്ഞുലക്ഷ്മിയുടെ ഫോട്ടോ വെച്ച് അതിലൊരു മാല ഇട്ടുകൊണ്ട് കല്യാണാവോ? ആ കുട്ടിക്കൂടെ സമ്മതാവണ്ടേ? PCP പറഞ്ഞ് ശരിയാണല്ലോ. അപ്പൊ പിന്നെ എങ്ങനെ നടത്തും? നമ്മൾ വിചാരിച്ച എന്ത് നടക്കും? എന്ത് നടക്കും? നടക്കണം. ഇത് നമ്മൾ നേരത്തെ തീരുമാനിച്ചല്ലേ. കാവുംപാട്ട പഠിക്ക ചെല്ലുമ്പോ മുട്ടടിക്കുന്ന നീയൊക്കെയാണോടാ വീരവാദം പറയുന്നത്? അതൊക്കെ പണ്ട് മാധവമ്മേ. നിങ്ങൾ കണ്ടോ? ഇനി കാവുംപാട്ട കുറുക്കന്മാരുടെ മുട്ടടിക്കാൻ തുടങ്ങും. ഒരു വാക്ക് എന്നെ വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഞാനിവിടെ എത്തിയായിരിക്കല്ലേ. വല്യേട്ടനൊന്നും വേണ്ടാന്ന് പറഞ്ഞോണ്ടാ. ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് മിണ്ടായിരുന്നാൽ നമ്മുടെ തറവാടിന്റെ അന്തസ് എന്താവും വല്യേട്ടാ? ഈ കേസ് എനിക്ക് വിട്ടു തരണം. അവന് ഈ ഏരിയയിലും ഞാൻ ഓടിക്കാം. ഏട്ടന്മാർക്കൊന്നും പറയാനില്ലേ? ബാലൻ പറയുന്നത് ശരിയാ. സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് 4 പൊട്ടിക്കണോ ചേട്ടെ? വല്യേട്ടന് എനിക്കൊരു അനുവാദം തരണം. ആ ശിവശങ്കരന്റെ നട്ടല് ഞാൻ ഓടിക്കാം. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് മൂക്ക് തറയിൽ ഉറപ്പിച്ച് മാപ്പ് പറയിക്കാം. പറയൂ വല്യേട്ടാ, പറയൂ. എന്നാ താൻ എന്താന്നൊക്കെ ചെയ്യ്. പോയി വരട്ടെ കുഞ്ഞുലക്ഷ്മി. ഞാനല്ലേ? ഇവിടെ ഇല്ലല്ലോ സാർ. ഇവിടെ ഇല്ല സാർ. ഇവിടെ ഇല്ല. നീ ആ ശിവശങ്കരനും കൂടെ ഇന്നലെ അങ്ങാടി കറങ്ങി നടക്കുന്ന റിപ്പോർട്ട് ഇട്ടില്ലോടാ? കള്ളമാണ് സാർ. ഇയാൾ ഇന്നലെ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പൊ നിനക്കറിയാം ശിവശങ്കരൻ എവിടെയാണെന്ന്? സത്യമായിട്ടും എനിക്കറിയില്ല സാർ. സാർ ഏത് ശിവശങ്കറിന്റെ കാര്യം അന്വേഷിക്കുന്നത്? ഏതൊക്കെ ശിവശങ്കരനെ നിനക്കറിയാം? എനിക്ക് ഒരു ശിവശങ്കറിനെ അറിയില്ല. ഏതാണ് സ്ത്രീ? ഇത് ഇവിടുത്തെ സ്ത്രീ. ഓഹോ. എറീക്കളി നായരെ. കുറ്റവാളികൾ ഒളിപ്പിച്ചു വെക്കുന്ന സെക്ഷൻ ഏത് വകുപ്പ് പ്രകാരമാണെങ്കിലും കുറ്റകരമാണെന്ന് അറിയാമല്ലോ. ശിവശങ്കരൻ എവിടെ ഉണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിക്കും. ഇതെന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. PCP എന്താ പ്രശ്നം? ആ ശിവശങ്കരൻ. അതെ, ശിവശങ്കരൻ. ശിവശങ്കരൻ ഒന്ന് കിട്ടിയാ അറസ്റ്റ് ചെയ്യാമായിരുന്നു. ജീപ്പുണ്ടേ? വാറന്റ് ഉണ്ടോ? വാറന്റ് ഇല്ല. വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. പറ്റില്ലല്ലോ. ഒന്ന് വരും. ഒരു മിനിറ്റ്. അട്ടപ്പാടി എന്ന് പറഞ്ഞൊരു സ്ഥലം കേട്ടിട്ടുണ്ടോ? അവിടെ നിന്ന് 45 കിലോമീറ്റർ ഉള്ളിലായിട്ട് അട്ടക്കുളം എന്നിട്ട് വേറൊരു സ്ഥലമുണ്ട്. നിറയെ അട്ടയാണ്. അവിടുത്തെ സ്റ്റേഷനില് നേരത്തെ ഉണ്ടായിരുന്ന SI എന്തോ ആണ് എവിടെ ചത്തുന്നൊക്കെ കേട്ടു. പിന്നെ ഇതുവരെ പുതിയ നിയമനം നടന്നിട്ടില്ല. വളരെ സ്മാർട്ട് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ വേണമെന്നാണ് വകുപ്പ് തീരുമാനം. ആഭ്യന്തര വകുപ്പ് ഞങ്ങളുടെ കയ്യിലാണെന്ന് അറിയാലോ. ഞാൻ അടുത്ത ആഴ്ച ജില്ലാ കമ്മിറ്റിയിൽ സാറിന്റെ പേര് നിർദ്ദേശിച്ചാലോ എന്നാണ്. പാർട്ടിയിൽ എനിക്കുള്ള സ്വാധീനം അറിയാമല്ലോ. PCP ചതിക്കരുത് പ്ലീസ്. PCP ഇത്ര കാര്യമായിട്ട് പറയുമ്പോ ഞാൻ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുന്നത് ശരിയാണോ? PCPയുടെ സ്വന്തം ആളാണ് ശിവശങ്കരനെങ്കിൽ പിന്നെ നോ പ്രോബ്ലം. ടേക്ക് ഇറ്റ് ഈസി. ഐ വിത്ഡ്രോ മൈ പ്രസ്റ്റീജ് ഇഷ്യൂ. ഓക്കെ? പിന്നെ ഞാൻ ചിന്തിച്ചപ്പോ എന്തിനാ വെറുതെ ഇവിടെ കയറി വന്ന് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുമ്പോ പോലെ. അപ്പൊ പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അവന്റെ കാര്യം വിട്ടിട്ട് നമ്മളിപ്പോ ആലോചിക്കേണ്ട കുഞ്ഞുലക്ഷ്മിയുടെ കാര്യമാണ്. ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് അറിയുമ്പോ അവക്കൊരു ആലോചനയുമായിട്ട് വരാനിരിക്കുന്നവർക്ക് അത് വേണ്ടാന്ന് വെക്കാൻ തോന്നും. ഇനിയിപ്പോ നമ്മൾ അങ്ങോട്ട് ആലോചനയായിട്ട് പോകാന്ന് പറയുന്നത് കുറച്ചില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കുഞ്ഞുലക്ഷ്മിയുടെ കല്യാണം നടത്തുകയാണ് വേണ്ടത്. ആരുടെയും കാലൊന്നും പിടിക്കാതെ നല്ല രീതിയിൽ അത് നടത്തണമെന്നാണ് എന്റെ ആഗ്രഹം. എനിക്കിപ്പോ അന്തസ്സുള്ള ഒരു ജോലിയുണ്ട്. വീട്ടിൽ പറയത്തക്ക പ്രാരബ്ധങ്ങളൊന്നുമില്ല. പിന്നെ കാവുംപാട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ സഹായിക്കേണ്ട കടമ എനിക്കുണ്ടല്ലോ. പോരാഞ്ഞതിന് കുഞ്ഞുലക്ഷ്മി എന്നെ പുറപ്പെടും. എനിക്ക് പൂർണ്ണ സമ്മതമാണ്. പപ്പ എന്താ ഇത്? എങ്ങോട്ടാ? അതൊക്കെ പിന്നെ പറയാം, വിട്. ഞാൻ അന്നത്തെ ഒരു വാശിക്ക് ചെയ്തു പോയതല്ലേ ശിവശങ്കര. എന്നോട് ക്ഷമിക്കേ. തന്റെ ഇപ്പോഴത്തെ നിലപാടെന്താ? നിലപാടോ? അതെ, അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഞാൻ നിങ്ങളുടെ കൂടെയാണ്. നിന്നെ എങ്ങനെ നമ്പും? ഇവൻ പഴയ നക്കി സ്വഭാവം കാണിക്കും. അയ്യേ, ഞാനതൊക്കെ എന്നേ നിർത്തി.
നിർത്തിയല്ലോ. ആ. പുഷ്പ ഓ. ഒരു മെമ്പർഷിപ്പ് കൊടു. ആ എന്നാലേ ഞങ്ങളെല്ലാം മറന്നിരിക്കുന്നു. പൊന്നുമോൻ നല്ല മനസ്സിയോടുകൂടി ഇതിനകത്തേക്ക് ഒരു 10 മണി സുട്ടൻ എന്താ ഇത്? വിവാഹ സഹായ ഫണ്ട്. നക്കി നായരെ നക്കി 10 പൈസ. ഞാൻ പറഞ്ഞില്ലേ ആ. ഒരു ദിവസം അങ്ങ് പോവും. ഇന്നലെ പെയ്ത മഴയ്ക്ക് കൊടുത്തവന്റെ ആട്ടം കണ്ട് നിങ്ങളും കൂടെ തുള്ളണ്ട. നമ്മളൊക്കെ തമ്മിൽ ഇനിയും കാണണ്ടവരാ. അവനെ തോളിക്കയറ്റി നടക്കുന്നവര് സ്വന്തം തടി കടവാ സൂക്ഷിച്ചോ. മര്യാദയാണെങ്കിൽ കാവമ്പാട്ടുകാർ മര്യാദ, ഇല്ലെങ്കിൽ അറിയാലോ. പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി പറച്ചിലുണ്ടാവില്ല. എന്താ ചെയ്യേണ്ടതെന്ന് നല്ല നിശ്ചയമുണ്ട്. വരും. പെരുവണ്ണ അവിടുത്തെ ആണുങ്ങളാരും ഇല്ലെന്നാ കുറുപ്പന്മാരുടെ വിചാരം. ഇളക്കം തട്ടിയിട്ടുണ്ട് കുറുപ്പന്മാർക്ക്. ഇളകി ഒരൊറ്റ വീഴ്ചയാണ്. അന്ന് ഞാൻ കടയടയ്ക്കും. എന്നിട്ട് ഒരു 100 അടിച്ചിട്ട് കുറുക്കന്മാരുടെ മുഖത്ത് നോക്കിയാൽ 2 ന്യായം പറയും. അവരോടല്ല, ആ നാറി ഗുരുക്കളുടെ മുഖത്ത് നോക്കിയോണം ന്യായം പറയാം. അവന്റെ മുഖത്ത് നോക്കി ന്യായമല്ല പറയേണ്ടത്, 2 ആട്ടാണ്. കുഞ്ഞലക്ഷ്മി, എനിക്കൊരു കാര്യം പറയാണ്ടായിരുന്നു. ഞാൻ കൊറേ പ്രാവശ്യം കേട്ടതല്ലേ സുരേഷ്, ഇനിയും പറയണമെന്നില്ല. അതല്ല, ഞാൻ പഠിപ്പ് തീർത്ത, എനിക്ക് വിസ വന്നു. ഇനി തൊട്ട് ഞാൻ ക്ലാസ്സിൽ വരില്ല. അതിനു മുമ്പ് പറയാതെ പോയാൽ ഒരു വിഷമം. എല്ലാം ചെയ്ത് ഞാനാ. അന്ന് കത്ത് നോട്ട്ബുക്കിൽ വെച്ചും പിന്നെ ഫോട്ടോ, ഞാനാ എല്ലാറ്റിനും കാരണം. ശിവശങ്കര, നീ ഇങ്ങനെ ഇരുന്നാലോ? ദിവസങ്ങൾ ഓരോന്നായിട്ട് പോവാണ്. എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ ആകെ നാറും മോനെ. കുരുപ്പന്മാര് കൂട്ടത്തോടെ കുഴിച്ചു മൂടും നമ്മളെ. എനിക്ക് ഒരു വഴിയും തെളിഞ്ഞു കിട്ടുന്നില്ല. പിന്നെ നീ എന്ത് ധൈര്യത്തിലാ കൊലവിളി നടത്തിയത് കെട്ടുവന്ന്? അത് പിന്നെ അന്നത്തെ ആവേശത്തിന്റെ പുറത്ത്. എങ്ങനെ നീ എല്ലാവരെയും കൊലയ്ക്ക് കൊടുത്തിട്ടേ പോവുള്ളൂ എന്നാ? വിശ്വസിച്ച് കൂടുന്ന ഞങ്ങളെ ചതിക്കരുത് ശിവശങ്കര. ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? ആ പെണ്ണിനാണെങ്കിൽ എന്നെ കാണുന്ന തന്നെ കലിയ. എന്നാ നീ ആ കാര്യം കൊണ്ട് പറഞ്ഞോളാം. അപ്പൊ പിന്നെ നമുക്ക് ഈ യോഗം പിരിച്ചു വിടാം. അയ്യോ, നമ്മുടെ കാര്യം അത് ആയുസിന്റെ വലിപ്പം പോലെ ഇരിക്കും. അയ്യോ, ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ. വല്ല വാരികയിലും വായിച്ച കഥയാണ് ഈ കേട്ടിക്കാൻ അതല്ല കുഞ്ഞുലക്ഷ്മിയെ കൊണ്ട് ശിവശങ്കരൻ ചേട്ടനെ പ്രേമിപ്പിക്കണം. എന്നിട്ട് പ്രേമിച്ചു കഴിഞ്ഞാ പിന്നെ കല്യാണം കഴിപ്പിക്കുന്ന കാര്യം എളുപ്പമാണല്ലോ. പ്രേമിച്ച് കഴിഞ്ഞാ ബഹളം വെക്കില്ലേ. ഇവള് പറഞ്ഞതിലും കാര്യമുണ്ട്. പെണ്ണിന്റെ മനസ്സ് പെണ്ണിനല്ലേ അറിയാവൂ. കുഞ്ഞുലക്ഷ്മി ഒന്ന് നിന്നേ. എന്താ അമ്പലത്തിൽ നിന്ന് വരിക? കണ്ടാലറിഞ്ഞൂടെ? എല്ലാം അങ്ങനെ കണ്ടാ അറിയുമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നീണ്ട കഥയുടെ പേരാ, കളിയാക്കുകയൊന്നും വേണ്ട. ഞാൻ ജീവിതത്തിലെ കാര്യമാ പറഞ്ഞത്. ആരുടെ? നിന്റെ തന്നെ, അല്ലാണ്ട് ആരുടെ? നീ ഒരാൾ കാരണം ഒരു മനുഷ്യൻ എന്തുമാത്രം സങ്കടപ്പെടുന്നുണ്ടെന്നറിയോ? ഇല്ലല്ലോ. ആരാത്? ശിവശങ്കരൻ ചേട്ടൻ. പാവം, എന്ത് സ്നേഹമെന്നറിയോ നിന്നോട്. എപ്പോഴും ഇരുന്ന് പറയും എന്നെ ചൊല്ലി കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിട്ട് ആ കുഞ്ഞുലക്ഷ്മി എന്തുമാത്രം വേദനിക്കുന്നുണ്ടെന്ന്. എന്നാലേ നീ ചെന്ന ആളോട് പറ, എനിക്കൊരു വേദനയില്ല, അയാളുടെ ശരീരം വേദനയാ മുമ്പ് ഇവിടുന്ന് സ്ഥലം വിട്ടോളെ. കരിങ്കല്ലിന്റെ മനസ്സ് തന്നെ നിനക്ക്. പിന്നെ പ്രത്യേകം പറഞ്ഞുണ്ടാക്കിയതല്ലേ?